പൈൽസ് അഥവാ ഹെമറോയിഡ്സിന് ഉള്ള ചികിത്സ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ പൈൽസ് 4 രീതിയിലാണുള്ളത്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്ന രീതിയിൽ. ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ അതിൽ ബ്ലീഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രേഡ് 2 എന്ന് പറയുന്നത് ശോധന സമയത്ത് ഉള്ളിൽ നിന്നും ചെറുതായി പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥ വരും, എന്നിട്ടത് തനിയെ അകത്ത് കയറി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഗ്രേഡ് 3 എന്ന് പറയുന്നത് ഇത് പുറത്തേക്ക് തള്ളി വന്നാലും നമ്മൾ മാനുവലി, അതായത് കൈ കൊണ്ട് പ്രഷർ കൊടുത്തിട്ട് വേണം അത് റെഡ്യൂസ് ചെയ്യാൻ. ഗ്രേഡ് 4 എന്ന് പറഞ്ഞാൽ ഇത് പെർമനൻ്റായി സ്ഥിരമായി പുറത്ത് തള്ളി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഗ്രേഡ് 1 ഹെമറോയിഡ്സ് അഥവാ ബ്ലീഡിങ് മാത്രമായിട്ട് വരുന്ന ഹെമറോയിഡ്സിന് യൂഷ്വലി മരുന്നുകൾ മതിയാവും. അതുകൊണ്ട് 1-2 ആഴ്ച മരുന്ന് കൊടുത്ത് നോക്കിയിട്ട് അനുബന്ധമായിട്ടുള്ള ക്രീമുകൾ അല്ലെങ്കിൽ ഗുളികകൾ, രക്തസ്രാവം നിർത്താനുള്ള മരുന്നുകൾ ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് 2 ആഴ്ച കൊണ്ട് ഇത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ ഫോളോ അപ്പ് മതിയാവും. 2ാമത്തെ ഗ്രേഡിൽ പുറത്തേക്ക് തള്ളി വരുന്നു ബുദ്ധിമുട്ട് കൂടുതലാണെങ്കിൽ ആ ഒരവസ്ഥ തൊട്ട് നമുക്കിത് തനിയെ അകത്ത് കയറി പോകാത്ത ഒരവസ്ഥ 3ാമത്തെ ഗ്രേഡിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് ശസ്ത്രക്രിയ രീതിയിലുള്ള ചികിത്സ വേണ്ടി വരുവാണ്. എന്താണ് പൈൽസിന് ഇന്ന് നിലനിൽക്കുന്ന ശസ്ത്രക്രിയ രീതികൾ? പ്രധാനമായും 2 രീതിയിലാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. ഒന്ന് ഓപ്പൺ സർജറി, അത് ഓപ്പൺ ഹെമറോയിഡക്ടമി എന്ന് പറയുന്ന ഓപ്പറേഷൻ. അതിന് രോഗിക്ക് മുറിവ് ഉണ്ടാവും. ഇത് ഉണങ്ങി വരാനായിട്ട് ഒരു 6 തൊട്ട് 8 ആഴ്ച വരെയുള്ള സമയമുണ്ടാകും. യൂഷ്വലി അത് 4ാമത്തെ ഗ്രേഡ് ഹെമറോയിഡിലും 3ാമത്തെ ഗ്രേഡ് ഹെമറോയിഡിലും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. 2ാമത്തെ ഗ്രേഡിലും 3ാമത്തെ ഗ്രേഡിലും നമുക്ക് വേണമെങ്കിൽ അതിനൂതനമായ ശസ്ത്രക്രിയയായ സ്റ്റേപ്ലർ ഹെമറോയിഡക്ടമി എന്ന് പറയുന്ന ഓപ്പറേഷൻ നിലവിലുണ്ട്. എന്താണ് സ്റ്റേപ്ലർ ഹെമറോയിഡക്ടമി? സാധാരണഗതിയിൽ പുറമേ മുറിവിട്ടിട്ടാണ് ഓപ്പൺ സർജറി ചെയ്യുന്നത്. എന്നാൽ സ്റ്റേപ്ലർ ഹെമറോയിഡക്ടമിയിൽ നമ്മൾ പുറമേ മുറിവുകളൊന്നും ഇടുന്നില്ല. അതിന് പകരം ഈ ഹെമറോയിഡ്സിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ച്, ഒരു കംപ്ലീറ്റ് ഒരു സ്റ്റിച്ച് ഉപയോഗിച്ച് അത് റാപ്പ് ചെയ്തിട്ട് അതിനുശേഷം ഈ സ്റ്റേപ്ലർ ഉപയോഗിച്ചിട്ട് പൈൽസിന് മുകളിലുള്ള രക്തയോട്ടം വിച്ഛേദിക്കുകയും അത് തമ്മിൽ പിന്നെ കൂട്ടി യോജിപ്പിക്കുകയും പൈൽസിൻ്റെ ഒരു ഭാഗവും ഇതിനോടൊപ്പം തന്നെ നീക്കം ചെയ്ത് പോവുകയും ചെയ്യുന്നു. കാലക്രമേണ ഇതിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നത് മൂലം പൈൽസ് ചുരുങ്ങി രോഗി സുഖം പ്രാപിച്ചു വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഗുണമെന്ന് പറയുന്നത് ശരിക്കും രോഗിക്ക് വേദന വളരെ കുറവായിരിക്കും ഓപ്പൺ സർജറിയെക്കാട്ടിലും. പെട്ടെന്ന് തന്നെ നോർമൽ ലൈഫിലേക്ക് മടങ്ങിയേക്കാൻ സാധിക്കുകയും ചെയ്യും.